ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. കഴിഞ്ഞ കേപ്പ് വെർദെക്കെതിരെയുള്ള മത്സരത്തിൽ പ്രതീക്ഷിച്ച പോലെ തിളങ്ങാൻ അർജന്റീനക്ക് സാധിച്ചിരുന്നില്ല. ഒരൽപ്പം ബുദ്ധിമുട്ടിക്കൊണ്ടാണ് അവർ വിജയം സ്വന്തമാക്കിയത്. അതുകൊണ്ട് തന്നെ ടീമിനകത്ത് ചില പ്രശ്നങ്ങളുണ്ട്, സ്കലോണി അത് അടിയന്തരമായി കൊണ്ട് പരിഹരിക്കേണ്ടതുണ്ട് എന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ പലരിൽ നിന്നും പുറത്തേക്ക് വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അർജന്റീൻ മാധ്യമമായ ഡയാരിയോ ഒലയുടെ ഹെർനൻ ക്ലോസ് ആണ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ടീമിനകത്ത് ഇപ്പോൾ 2 പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് സ്കലോണി കണ്ടെത്തിയിട്ടുണ്ട്. അത് അദ്ദേഹത്തെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഒന്നാമത്തെ പ്രശ്നം അത് അർജന്റീനയുടെ പ്രസ്സിങ് അഥവാ എതിരാളികളെ പ്രസ് ചെയ്യുന്ന ആ ഒരു കളിശൈലി അത് പഴയ പോലെ ഫലപ്രദമാകുന്നില്ല എന്നുള്ളതാണ്. അർജന്റീനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രെങ്ത്തുകളിൽ ഒന്ന് അത് ഈ പ്രസ്സിംഗ് ഗെയിം തന്നെയായിരുന്നു. അത് എങ്ങനെ വീണ്ടെടുക്കാം എന്നുള്ളതാണ് സ്കലോണി ഇപ്പോൾ ആലോചിക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ അർജന്റീനയുടെ പ്രസ്സിംഗ് പോരായിരുന്നു എന്നുള്ള ഒരു പരാതി മെസ്സി ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അത് പരിഹരിക്കേണ്ടതുണ്ട് എന്നുള്ളത് സ്കലോണി ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി മറ്റൊരു കൺസേൺ, അർജന്റീനക്ക് പൊസഷൻ ലഭിക്കുന്നുണ്ടെങ്കിലും കളിയുടെ വേഗത കൂട്ടാൻ അഥവാ പേസ് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് പ്രതിരോധത്തിൽ ഊന്നിക്കൊണ്ട് കളിക്കുന്ന ടീമുകൾക്കെതിരെ കളിക്കുമ്പോൾ അർജന്റീന പലപ്പോഴും പ്രതിരോധത്തിലാകുന്നു. അതായത് മെസ്സിയെ അമിതമായി ആശ്രയിക്കേണ്ട ഒരു സാഹചര്യം അവിടെ വരികയാണ്. അത് മാറേണ്ടതുണ്ട്. പ്രതിരോധത്തിൽ ഊന്നിക്കളിക്കുന്ന ടീമുകൾക്കെതിരെ കളിയുടെ ശൈലിയിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. മെസ്സിയെ അമിതമായി ആശ്രയിക്കുന്നത് ഒഴിവാക്കണം. ടാക്ടിക്കൽ ആൻഡ് ഫിസിക്കൽ അഡ്ജസ്റ്റ്മെന്റിലൂടെ സ്റ്റാർട്ടിംഗ് 11 കൂടുതൽ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് സ്കലോണി ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. ഇതാണ് ഹെർനൻ ക്ലോസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് പഴയ പോലെ പ്രസ്സിംഗ് ഇപ്പോൾ ഫലം കാണുന്നില്ല എന്നുള്ളത് സ്കലോണി മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രസ്സിംഗ് പഴയ പോലെ നടക്കുന്നില്ല, പല താരങ്ങളും പ്രസ് ചെയ്യുന്നില്ല എന്നുള്ളത് സ്കലോണി കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ ഡിഫൻസിൽ ഊന്നിക്കളിക്കുന്ന ടീമുകൾക്കെതിരെ നല്ല രൂപത്തിലുള്ള ഒരു അറ്റാക്കുകൾ നടത്താൻ ഇപ്പോൾ അർജന്റീനക്ക് സാധിക്കുന്നില്ല. മെസ്സിയെ പലപ്പോഴും അമിതമായിക്കൊണ്ട് അവിടെ ആശ്രയിക്കേണ്ടി വരുന്നു എന്നൊക്കെയാണ് സ്കലോണി കണ്ടെത്തിയിട്ടുള്ളത്. നാളെ ഈജിപ്തിനെതിരെ അർജന്റീന ഇറങ്ങുന്നുണ്ട്. 3 മാറ്റങ്ങൾ വരുത്താൻ അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുമുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.